വിദ്യാഭ്യാസമാണ്. നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കോ, എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 30 gram ഓഫ് സബ്സ്റ്റൻസ് എ ഇൻ 50 gram വാട്ടർ. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ 30 gram ഒരാളെ എടുത്തിട്ട് 50 gram വെള്ളത്തിൽ നമ്മൾ ഡിസോൾവ് ചെയ്യിച്ച് മാസ് പെർസെൻറ്റേജ് കണ്ടെത്താം. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. ലീനത്തിൻ്റെ മാസിനെ ലായനിയുടെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ, മാസ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഇവിടെ ലീനത്തിൻ്റെ മാസ് എത്രയാ? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 30 gram സൊല്യൂട്ടിനെ അല്ലെ, 30 gram മേനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ അളവ് കുറവുള്ളത് ആരാണോ, ലെസ് ക്വാണ്ടിറ്റിയിലുള്ള ആളാണ് നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടിൻ്റെ മാസ് 30 gram എന്ന് നമുക്ക് പറയാം. ഇനി നോക്കിക്കേ, ഇവിടെ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ സോൾവെന്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. വാട്ടർ ഇവിടുത്തെ ആരാ? സോൾവെന്റ് അല്ലെങ്കിൽ ലായകമാണ്. അപ്പോൾ ലായകത്തിൻ്റെ മാസാണ് 50 gram എന്ന് പറയുന്നത്. ഇനി മക്കളെ എന്താ നമുക്ക് വേണ്ടത്? സൊല്യൂഷന്റെ മാസ് വേണം. സൊല്യൂഷന്റെ മാസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ മാസും സോൾവെന്റിന്റെ മാസും കൂട്ടുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ലീനത്തിന്റെ മാസും ലായകത്തിന്റെ മാസും കൂട്ടിയാൽ ലായനിയുടെ മാസ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, മാസ് ഓഫ് സൊല്യൂട്ട്, ലീനത്തിന്റെ മാസ് എത്രയാ? 30 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. എന്ത് ചെയ്യണം? 30 + 50 ചെയ്യുക, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ചെയ്യുക. ഒന്ന് വെട്ടി കളഞ്ഞാൽ 3/8 × 100 ചെയ്താൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ഈസി.